ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമ ലൈഫാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ ചിട്ടയായിട്ട് നമ്മുടെ വീട് എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. രാവിലെ തന്നെ ഞാൻ വേഗം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിലേക്ക് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൂം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ക്ലീനിങ് പ്ലാനിങ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ള് ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യും കേട്ടോ. തലയണ കവറ്, ബെഡ്ഷീറ്റ്, പിന്നെ പുതപ്പ്, ഇതൊക്കെ നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്ത് വേറെ പുതിയത് അവിടെ സെറ്റാക്കി വെക്കും കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് 1 വീക്കായിട്ടോ. അതുകൊണ്ട് തന്നെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എടുത്തിട്ട് ഇതാ വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. കൂടെ ബാക്കിയുള്ള ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് സോപ്പും കൂടി ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് അതങ്ങോട്ട് എന്താ പറയുക ക്ലീൻ ആക്കി കിട്ടിക്കോളൂ കേട്ടോ. നമ്മളെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും ചിട്ടയായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റേതായ ആ ഒരു നീറ്റ്നെസ്സിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ റൂം മുതൽ തുടങ്ങി. പിന്നെ ഡൈനിങ് ഹാള്, അടുക്കള, ഇതൊക്കെ ഇതിനേക്കാൾ മുന്നേ ഞാൻ തുടങ്ങുന്നത് സിറ്റ് ഔട്ടായിരിക്കും കേട്ടോ. സിറ്റ് ഔട്ട് ആദ്യം തന്നെ തുടച്ചടിച്ച് വാരിയിടും. പിന്നെയാണ് ഞാൻ റൂമിലേക്ക് വരിക. അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും എനിക്കത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത് കാണിച്ച് തരാം. ഇപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കോണിൽ ഇതേപോലെ ഉണ്ടാവുമല്ലോ, ഞാൻ ഈ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക കെട്ടിക്കൊടുക്കുക. ഇതുപോലെ തന്നെ 4 ഭാഗവും നമ്മൾ കിട്ടണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു എന്താ പറയുക ചുളിവില്ലാതെയും നമ്മൾ കിടന്നെണീറ്റാൽ എന്താ പറയുക വിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ബെഡിൻ്റെ അടിവശത്തേക്ക് നമ്മളിത് നീക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എത്ര നമ്മൾ ചാടി കുത്തി മറിഞ്ഞാലും നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് നീങ്ങിപ്പോരില്ല. ജസ്റ്റ് ഒരു ചുളിവ് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവും എന്നുള്ളൂ. അല്ലാതെ പിന്നെ അതിൻ്റെ ആ നീറ്റിൽ അവിടെ നിന്നോളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ കണ്ടില്ലേ. ഇപ്പം ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു നീറ്റ്നെസ്സിലാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് നിൽക്കുന്നത്. ഇനി ഞാൻ തലയണ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നോട് കുറേ പേര് പറയാറുണ്ട് ഞാൻ എത്ര ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാലും അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ കുത്തി മറിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വിരിച്ചിട്ട പോലെയല്ല അങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട്. എങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ നീറ്റായിട്ട് വെക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതിയേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി 4 ഭാഗം കെട്ടിട്ടിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചുമരിൽ നല്ലപോലെ കലാവാസന ഉണ്ടാവില്ലേ, കല നല്ലപോലെ തീർത്തിട്ടുണ്ടാവും ചുമര്. അതുപോലെ ചുമരിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചളിയും കാര്യങ്ങളും ഉണ്ടാവും. സ്വിച്ച് ബോർഡ് മേലെ ചളി ഉണ്ടാവും. ഇതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതും അഫോർഡബിൾ റേറ്റിൽ വാങ്ങിയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് ഇത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഈ സ്പോഞ്ച് വെള്ളത്തിൽ നനച്ചിങ്ങാണ്ട് ഇതേപോലെ തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് ചളി ഉണ്ടായിരുന്നു, ആ ചളി പോയത് നിങ്ങൾക്ക് ഇത് ഞാൻ തുടച്ചെടുത്തപ്പോൾ തന്നെ മനസ്സിലാവും. അത്രക്കും മാജിക്കായിട്ടുള്ള ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ക്ലീനിങ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ഇതിലൊരു 4-5 എണ്ണം, ഒരു 6 എണ്ണം എങ്ങാനും വരുന്നുണ്ട് കേട്ടോ. അത് 100 സംതിങ് രൂപക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ എന്താ പറയുക ക്ലീനായി കിട്ടുന്നുണ്ട്. നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ മക്കൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം നനച്ചിങ്ങാണ്ട് ഇതേപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്യും. അതേപോലെ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ, പിന്നെ അല്ലാത്ത ചെറുതായിട്ടുള്ള ചളികളൊക്കെ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റാണ് കേട്ടോ. ഇതൊരു ഒന്നുണ്ടായാൽ മതി, നമുക്ക് കുറേ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ ചുമര് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. അത് കിട്ടുകയാണെങ്കിൽ ലിങ്കും കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ മീഷോയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചിട്ടയായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മടിയില്ലാതിരിക്കണം കേട്ടോ. അപ്പോൾ മടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാൻ പോകാം കേട്ടോ. ഇനി നമുക്ക് ചിട്ടയായിട്ട് എങ്ങനെ ജോലികൾ തീർക്കാം എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. നമ്മൾ ഒരു
പ്ലാനിങ് നമുക്ക് എന്തായാലും വേണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ പ്ലാനിങ് മസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പിന്നെ അതിനിടയിൽ കുക്കിംഗ് ചെയ്യുക, രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വേഗം ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം നമ്മൾ വേഗം അങ്ങോട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ വേഗം ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുക. നമുക്ക് ടഫായിട്ടുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുക, സിമ്പിളായിട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സിമ്പിളായിട്ടുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടഫായിട്ടുള്ളത് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടഫായിട്ടുള്ളത് ആദ്യം തന്നെ ചെയ്യുക, ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും മക്കൾ കാണുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോരും. അവരാണെങ്കിൽ അത് ഫുള്ള് മെസ്സിയാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ മെസ്സിയാക്കാതെ നല്ല രീതിയിൽ അവിടെ വീടാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൻ്റേതായ വൃത്തിയിലും ചിട്ടയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാം. വീടേ ഒറ്റയടിക്ക് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ആരോഗ്യപരമായിട്ടും അല്ലാത്ത മാനസികപരമായിട്ടും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു 3 റൂമുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുക്കുക. പിറ്റേന്ന് നമുക്ക് സെക്കൻഡ് റൂം സെലക്ട് ചെയ്യാം, പിറ്റേന്ന് ഡൈനിങ് ഹാൾ സെലക്ട് ചെയ്യാം, പിറ്റേന്ന് കിച്ചൺ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു റൂം അല്ലെങ്കിൽ കുറച്ച് ടൈം കുറച്ച് ഏരിയ അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ നമ്മുടെ വീട് മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാം. നമ്മളെപ്പോഴും ക്ലീൻ ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മാറാലുണ്ടെങ്കിൽ അതപ്പം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പോകാം. അങ്ങനെ ആകുമ്പോൾ തന്നെ ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. എനിക്ക് ചില ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ചിട്ടയായിട്ട് തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് ഞാൻ ചോറിന് വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ പൊയ്മീൻ ഉണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. 2 മാത്രം, ഇവിടെ കൂടുതലൊന്നും ആരും കഴിക്കില്ല, അതുകൊണ്ട് 2 മാത്രം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്കറിയിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് നമ്മൾ ഓൾറെഡി റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.